എല്ലാവർക്കും ഓട്ടോകാഡ് കോഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി ഒരു ഒബ്ജക്റ്റ് എങ്ങനെ സ്ട്രെച്ച് ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി റിബൺ പാനലിൽ സ്ട്രെച്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്ട്രെച്ച് ചെയ്യേണ്ട പോർഷൻ ഗ്രീൻ വിൻഡോ സെലക്ഷനിലൂടെ സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഒബ്ജക്റ്റ് സ്ട്രെച്ച് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ബോട്ടം പോർഷനാണ് ഇവിടെ സ്ട്രെച്ച് ചെയ്യുന്നത്. ഗ്രീൻ വിൻഡോ സെലക്ഷനിലൂടെ സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സ്ട്രെച്ച് ചെയ്യുന്നു. ഇവിടെ ഇതുപോലെ തന്നെ റൈറ്റ് സൈഡ് സ്ട്രെച്ച് ചെയ്യുകയാണ്. ലെഫ്റ്റ് സൈഡ് സ്ട്രെച്ച് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഏത് സൈഡ് വേണമെങ്കിലും സ്ട്രെച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ മറ്റൊരു റെക്റ്റാങ്കിൾ കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. സ്ട്രെച്ച് കമാൻഡ് യൂസ് ചെയ്യുന്നതിന് വേണ്ടി കമാൻഡ് ലൈനിൽ എസ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ മതിയാകും. എസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ടോപ്പ് പോർഷൻ സെലക്ട് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്യുന്നു. റൈറ്റ് സൈഡ് സ്ട്രെച്ച് ചെയ്യുന്നു. കമാൻഡ് ലൈനിൽ എസ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡ് സ്ട്രെച്ച് ചെയ്യുന്നു. എസ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. ടോപ്പ് പോർഷൻ സ്ട്രെച്ച് ചെയ്യുന്നു. അടുത്തതായി ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ റെക്റ്റാങ്കിളിനെയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി റൊട്ടേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ബേസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം കേഴ്സർ മൂവ് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഒന്നുകൂടി റിബൺ പാനൽ റൊട്ടേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ബേസ് പോയിന്റ് സെലക്ട് ചെയ്യുന്നു. ഇതുപോലെ കേഴ്സർ മൂവ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിക്കാവുന്നതാണ്. ഓർത്തോ മോഡ് ഓഫ് ചെയ്താൽ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ആകുന്നതാണ്. അടുത്തതായി ഇവിടെ റൊട്ടേഷൻ ആംഗിൾ സ്പെസിഫൈ ചെയ്യുന്നു. 45 ഡിഗ്രി എന്ന് മെൻഷൻ ചെയ്യുന്നു. ഇപ്പോൾ ഇടതുവശത്തേക്ക് 45 ഡിഗ്രി ചരിഞ്ഞ ഒരു റെക്റ്റാങ്കിൾ കാണാവുന്നതാണ്. മറ്റൊരു റെക്റ്റാങ്കിൾ കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ വലതുവശത്തേക്ക് ചരിഞ്ഞ റെക്റ്റാങ്കിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി കമാൻഡ് ലൈനിൽ ആറോ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ബേസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം റൊട്ടേഷൻ ആംഗിൾ സ്പെസിഫൈ ചെയ്യുന്നു. ഇവിടെ 45 ഡിഗ്രി എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ വലതുവശത്തേക്ക് 45 ഡിഗ്രി ചരിഞ്ഞ ഒരു റെക്റ്റാങ്കിൾ കാണാവുന്നതാണ്. ഇത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആംഗുലാർ മെഷർമെൻറ്റ്സ് ചെക്ക് ചെയ്യുകയാണ്. ആംഗുലാർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റ് ലൈൻ ക്ലിക്ക് ചെയ്യുന്നു. സെക്കൻഡ് ലൈൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആംഗിൾ 45 ഡിഗ്രി എന്ന് കാണാവുന്നതാണ്. മറ്റൊരു റെക്റ്റാങ്കിൾ കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. കമാൻഡ് ലൈനിൽ ആറോ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ബേസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് റൊട്ടേഷൻ ആംഗിൾ 75 ഡിഗ്രി എന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നു. ഇപ്പോൾ 75 ഡിഗ്രി ചരിഞ്ഞ ഒരു റെക്റ്റാങ്കിൾ കാണാവുന്നതാണ്. ഇത് ചെക്ക് ചെയ്യുകയാണ്. ഡയമെൻഷനിൽ ആംഗുലാർ എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യുന്നു. സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ആംഗിൾ 75 ഡിഗ്രി എന്ന് കാണാവുന്നതാണ്. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിക്കാവുന്നതാണ്. അടുത്തതായി ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ മിറർ ചെയ്യാം എന്ന് നോക്കാം. ഇതിനുവേണ്ടി പോളിലൈൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു.
അതിനുശേഷം ഒരു മിറർ ലൈൻ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ മിറർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. റിബൺ പാനലിൽ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം മിറർ ലൈനിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. ഈ മിറർ ലൈൻ്റെ വലതുവശത്തായിട്ട് ഒരു മിറർ ഇമേജ് ക്രിയേറ്റ് ആയത് കാണാവുന്നതാണ്. ഒന്നുകൂടി ചെയ്യുകയാണ്. ഒരു പോളിലൈൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ആർക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ആർക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒബ്ജക്റ്റിനെ മിറർ ചെയ്യണം. അതിനുവേണ്ടി മിറർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം മിറർ ലൈന് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ മിറർ ഇമേജ് കാണാവുന്നതാണ്. ഒന്നുകൂടി മറ്റൊരു ലൈൻ കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. പോളിലൈൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം MI എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. ഇവിടെ മിറർ ലൈൻ്റെ ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റും സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു മിറർ ഇമേജ് കാണാവുന്നതാണ്. MI എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം മിറർ ലൈൻ്റെ 2 പോയിന്റ്സുകൾ ഡ്രോയിങ് ഏരിയയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ മിറർ ലൈന് ഇടതുവശത്തായിട്ട് ആ ഒബ്ജക്റ്റിൻ്റെ ഒരു മിറർ ഇമേജ് ക്രിയേറ്റ് ആയത് കാണാവുന്നതാണ്. അടുത്തതായി ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ സ്കെയിൽ ചെയ്യാം എന്ന് നോക്കാം. ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം റിബൺ പാനലിൽ സ്കെയിൽ എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു, ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുന്നു. അതിനുശേഷം സ്കെയിൽ ഫാക്ടറാണ് കൊടുക്കേണ്ടത്. ഇവിടെ 2 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ 2 മടങ്ങ് വലിപ്പമുള്ള റെക്റ്റാങ്കിൾ കാണാവുന്നതാണ്. ഇവിടെ സ്കെയിൽ ഫാക്ടർ വീണ്ടും ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു, ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുന്നു. അതിനുശേഷം സ്കെയിൽ ഫാക്ടർ 0.5 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഒബ്ജക്റ്റിൻ്റെ സൈസ് പകുതിയായിട്ടുണ്ട്. ഒന്നുകൂടി സ്കെയിൽ ചെയ്യുന്നു. ഇവിടെ സ്കെയിൽ ഫാക്ടർ 0.1 എന്ന് ടൈപ്പ് ചെയ്യുന്നു. സ്കെയിൽ ഫാക്ടർ കൊടുക്കുന്നതിനനുസരിച്ച് ഒബ്ജക്റ്റ് വലുതാകുകയും ചെറുതാകുകയും ചെയ്യുന്നതാണ്. സ്കെയിൽ ചെയ്യുന്നതിന് വേണ്ടി കമാൻഡ് ലൈനിൽ SC എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ മതിയാകും. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ബേസ് പോയിന്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ റെഫറൻസ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുകയാണ്. ഈ ഒബ്ജക്റ്റിൻ്റെ ടോപ്പിലുള്ള ലെങ്ത് ആണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ പോയിന്റ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ടോപ്പ് ലെങ്ത് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് ലെങ്ത്തിലുള്ള അതേ ലെങ്ത് വരുന്ന രീതിയിൽ ഫസ്റ്റ് ഒബ്ജക്റ്റ് സൈസ് റീഅറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഡയമെൻഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 6.57 എന്ന് കിട്ടിയിരിക്കുന്നു. ഇവിടെയും സെയിം ഡയമെൻഷൻ തന്നെയാണ് ലഭിക്കുന്നത്. ഇങ്ങനെ ഒരു ഡയമെൻഷൻ റെഫറൻസ് ആയി എടുത്തുകൊണ്ട് നമുക്ക് ഒബ്ജക്റ്റിൻ്റെ സൈസ് ക്രമീകരിക്കാവുന്നതാണ്. മറ്റൊരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ സൈസാണ് വർദ്ധിപ്പിക്കേണ്ടത്. അതിനുവേണ്ടി SC എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുന്നു, റെഫറൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ റൈറ്റ് സൈഡ് ലെങ്ത് ആണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അതിനുശേഷം വലിയ റെക്റ്റാങ്കിളിൻ്റെ പോയിന്റ്സ് നമ്മൾ സെലക്ട് ചെയ്യണം.
ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ലെങ്ത്താണ് പോയിൻറ്റ്സ് ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ അതേ ലെങ്ത്തിലുള്ള ഒരു റെക്റ്റാങ്കിളായിട്ട് ഫസ്റ്റ് റെക്റ്റാങ്കിൾ ക്രമീകരിച്ചിരിക്കുന്നു. 4.5 എന്ന ഡയമെൻഷൻ വരാവുന്ന രീതിയിൽ രണ്ട് ലെങ്ത്തും സെയിം ആയിട്ട് വന്നിട്ടുണ്ട്.